അസ്സലാമു അലൈക്കും. എൻ്റെ കല്യാണത്തിന് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെയുള്ള ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. റാൻഡം ആയിട്ടുള്ള വീഡിയോസും ക്ലിപ്സും ആണ്, വലിയ രസമൊന്നും ഉണ്ടാവില്ല. ബട്ട് എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇടുന്നൊരു വ്ളോഗാണ്. മാരേജ് ഫിക്സ് ചെയ്ത സമയം മുതൽ എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഇന്ന പ്രോഗ്രാമിന് ഇന്ന ഫോട്ടോസ് വേണം എന്നുള്ളതായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് എക്സാമിൻ്റെ ടൈമിലാണ് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തത്. അതായത് എക്സാം കഴിഞ്ഞ് 1 മന്ത് ഗ്യാപ്പിലാണ് കല്യാണം ഫിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇടയിൽ എലക്ഷൻ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളഞ്ഞു. സോ 2-3 വട്ടം മാറ്റിയപ്പോൾ തന്നെ ഓക്കെ, എനിക്കെന്നാൽ ആദ്യം തന്നെ നമുക്ക് വീഡിയോസ് എടുത്ത് വെക്കാം എന്നുള്ള സാധനം എൻ്റെ മൈൻഡിൽ കയറി. ഞാൻ എടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണം എടുപ്പിച്ചല്ലേ, കല്യാണ പരിപാടി എടുക്കലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫോട്ടോസ് വീഡിയോസ് നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളതായിരുന്നു. ആൻഡ് എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ പ്രോഗ്രാമിൻ്റെയും വീഡിയോസ് എടുത്തത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡ്യൂഡ് എന്ന് പറഞ്ഞ പേജത്തെ ചെക്കനാണ്. ഈച്ച് ആൻഡ് എവരി വൺ ഓനോട് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തും വീഡിയോസും ഫോട്ടോസും എടുത്തത് അവരെ തന്നെയായിരുന്നു. സോ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന സാധനം വേണമെന്ന്. ഞാൻ എന്താണോ വിചാരിച്ചത് അതിനേക്കാൾ അടിപൊളിയായിട്ട് ഓൺ ചെയ്തതാണ്. അതേപോലെ തന്നെ എൻ്റെ ഇവൻറ്റ്സ് ഫുള്ളായിട്ട് സ്റ്റേജ് ഡെക്കോർ ചെയ്തത് ഫുള്ള് വെഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. അത് എനിക്കെൻ്റെ ഫോട്ടോസിൻ്റെ കാര്യത്തിലായാലും ഇവൻറ്റിൻ്റെ കാര്യത്തിലായാലും എനിക്ക് അത്രയും, അതായത് കോംപ്ലിമെൻറ്റ് കിട്ടിയ 2 കാര്യമാണ്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോടെല്ലാവരും ചോദിച്ചു, നീ ക്യാമറാമാൻ എന്താ ഇത്രയും? കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആക്ച്വലി ഇപ്പം 1 മന്ത് കഴിഞ്ഞു, 1 മന്തിൻ്റെ ഏറെ എന്നിട്ടും സ്റ്റിൽ എനിക്കിപ്പോഴും വീഡിയോസ് എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഈവൻ ഫോട്ടോസ് ആണെങ്കിൽ പോലും. മെയിനായിട്ട് 8 പ്രോഗ്രാംസാണ് കല്യാണത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് കല്യാണ പരിപാടികളുണ്ടാവില്ല, അങ്ങനെ ചെയ്തത് 8 പ്രോഗ്രാമാണ്. ഫസ്റ്റ് ബ്രൈറ്റ് ടു ബിയിൽ ഞാൻ എൻ്റെ റെൻറ്റിനെടുത്ത്, അതായത് പ്രീ വെഡ്ഡിങ് പ്രോഗ്രാംസിന് റെൻറ്റിനെടുത്തത് എല്ലതും കൊണ്ടോട്ടി, എനിക്ക് ഷോപ്പിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല, ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലുള്ള അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തും ജ്വല്ലറി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത് ഗോദേശ്വരം ബീച്ചിൽ വെച്ചിട്ടാണ്. കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരുവിധം പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു ഏരിയയും കൂടെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ബ്രൈറ്റ് ടു ബി എടുത്തിട്ടുണ്ടായിരുന്നത്. കേക്ക് അതേപോലെ കേക്ക് സ്റ്റുഡിയോ എന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പ്രോഗ്രാം അതേപോലെ ഒപ്പന ഉണ്ടായിരുന്നു. ഒപ്പന എനിക്ക് ആ കോസ്റ്റ്യൂമിൽ വീഡിയോസ് എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കോസ്റ്റ്യൂം എടുത്തത് എൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തത് പറമ്പിൽ പീടിക. അതും ഇതുപോലെ അത് റെൻ്റൽ ഷോപ്പൊന്നുമില്ല, അവർ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുന്ന ടീമാണ്. അപ്പോൾ അവിടെ നിന്നാണ് അതെടുത്തത്. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ് എടുത്തത് കൊണ്ടോട്ടിയിൽ നിന്ന് തന്നെ എടുത്തത്. കൊണ്ടോട്ടി പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബസ് സ്റ്റാൻഡിനകത്ത് വരുന്ന ഒരു ഷോപ്പിൽ നിന്ന്. അത് ഫുള്ളി ഇങ്ങനെ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ബ്രൈഡ്സ് മെയ്ഡ്സിനുള്ള ഒപ്പനേൻ്റെ ഡ്രസ്സും എൻ്റെതും ജ്വല്ലറി എടുത്തത്. പിന്നെ നമ്മൾ വീഡിയോസ് എടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ താം റെസ്റ്റോറൻറ്റ്. അതൊരു റെസ്റ്റോറൻ്റാണ്. അവർ 2 മണിക്ക് ഓപ്പൺ എന്ന് തോന്നുന്നു, 12 മണി വരെ, 1 അവർ 2 അവർ എന്തോ ആയിരുന്നു അവരുടെ ടൈം ഉണ്ടായിരുന്നു. മലപ്പുറം ബേസ്ഡാണ്. ഞാൻ വീഡിയോസ് എടുത്തത് ഫുള്ള് പുറത്തുനിന്നായിരുന്നു. അവിടെ ഔട്ട്ഡോറും ഇൻഡോറും അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രോഗ്രാം റംഗോലി. ആക്ച്വലി ഞാൻ ഫസ്റ്റ് എടുത്ത പ്രോഗ്രാം റംഗോലിയാണ്. ഞാൻ ഫസ്റ്റ് അറബിക് നൈറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് എടുത്ത പ്രോഗ്രാം റംഗോലിയാണ്. സോ ഞാനത് എൻ്റെ മൈൻഡിൽ കയറിയിട്ടില്ല. ഞാൻ ക്യാമറമാൻ റോ വീഡിയോസ് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫോണ് റംഗോലിൻ്റെ പ്രോഗ്രാമിന് ഞാൻ തൊട്ടിട്ടില്ല. സോ അതിൻ്റെ ക്ലിപ്സ് ഒന്നുമില്ല. ഞാൻ ആകെ എനിക്ക് റാൻഡംലി വേറെ ആരൊക്കെ ഫോണിൽ നിന്ന് കിട്ടിയ ക്ലിപ്സ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഉമ്മയുടെ പഴയ സാരീൻ്റെ ബ്ലൗസ് വേണ്ടിയിട്ട് മെഹന്തി ഇടുന്ന സമയത്ത് റീക്രിയേഷൻ ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ആൻഡ് നമ്മൾ കല്യാണത്തിൻ്റെ അന്നത്തെ, അതായത് നിക്കാഹിൻ്റെ അന്നത്തേക്കുള്ള ഡ്രസ്സ് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് തലേന്ന് ചെറിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കസിൻസ് ആരും ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്താൽ എക്സാം ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓക്കെ ഉള്ളവർ വെച്ച് പോയി എടുക്കാം എന്നുള്ള മൈൻഡിൽ പോയതാണ്. ആൻഡ് നമ്മൾ സീനത്തൊക്കെ പോയിരുന്നത്, കോട്ടക്കൽ സീനത്തൊക്കെ ആയിരുന്നു പോയിരുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് KMT കണ്ടപ്പം ഓക്കെ
പുതിയതാണ്. ഞങ്ങൾ കണ്ടിട്ടില്ല, പൊതുവേ ഞങ്ങൾ ആ ഏരിയക്കൊന്നും പോകാത്ത ആളാണ്. പക്ഷേ അതിന് മുന്നേ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് നമ്മൾ സീനത്ത് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കയറി നോക്കിയതാണ്. പക്ഷേ ഞാനവിടെ ചെന്ന് ഫസ്റ്റ് നോക്കി, അവിടെ ഫുള്ള് ഷോ പീസ് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ എടുത്ത് വെക്കുന്ന പരിപാടിയില്ല. അപ്പം ഞാനവിടെ കണ്ടു, അത് ഇട്ടു. അപ്പം എന്നോട് പറഞ്ഞു, കസിൻസൊക്കെ പറഞ്ഞു, അങ്ങനെ ഒന്ന് മാത്രം ഇട്ട് നോക്കണ്ട, ലൈക്ക് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ഇട്ട് നോക്കി, എനിക്കത് ഓക്കെ. പിന്നെ അതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും കോട്ടൊക്കെ പോയിട്ട്, മീൻസ് സീനത്ത് പോയിട്ട് അവിടെ നോക്കി. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ടില്ല. ഓക്കെ, തിരിച്ച് വന്നു, നമ്മളിത് വാങ്ങിച്ചു. തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ കുറേ കൊറിയർ വന്നിട്ടുണ്ട്. കാരണം കല്യാണം ആയതുകൊണ്ട് തന്നെ ഫുള്ള് കിച്ചൺ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സംഭവം, അതല്ലാണ്ട് ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ ആക്സസറീസും ഞാൻ തന്നെ മേക്ക് ചെയ്തെടുത്തതാണ്. അപ്പം അതുകൊണ്ട് അതിലേക്കുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ ചെയ്ത വർക്കിൻ്റെ ഒന്നും വീഡിയോസ് അധികവും എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ ടൈമില്ലാത്ത ടൈമിലാവും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയിൽ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടലില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഹൽദീൻ്റെ ഔട്ട്ഫിറ്റ്. ഇതും ഞാൻ പറഞ്ഞ പോലെ ഇതും അതേപോലെ നേരത്തെ കാണിച്ച ബ്രൈറ്റ് ടു ബീൻ്റെതും എല്ലാം നമ്മൾ കൊണ്ടോട്ടി ആ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത്. പിന്നെ ജ്വല്ലറി ഇതേപോലെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായിരുന്നു. അത് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത്. എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. ആൻഡ് ഫൈനലി ചെക്കൻ നാട്ടിലെത്തി. നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കുമ്പോൾ നമുക്ക് 2 സേവ് ദ ഡേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റിസപ്ഷൻ അവരെ വീട്ടിലും നമ്മുടെ വീട്ടിൽ നിക്കാഹും ആയതുകൊണ്ട് സോ നമ്മൾ 2 സേവ് ദ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷൂട്ട് നമുക്ക് വേണ്ടിയിട്ടും സെക്കൻഡ് ഷൂട്ട് അവരെ വീട്ടിലേക്കും വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലി 2 ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കോമഡി പറയട്ടെ, ഞാൻ തലേ ദിവസത്തെ പ്രോഗ്രാമിന് 2 ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഒരു ബൊക്കെ പോലും പ്രോപ്പറായിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടില്ല. ആൻഡ് സേവ് ദ ഡേറ്റ് കഴിഞ്ഞ് ഒരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പ്രീ വെഡ്ഡിങ് ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രീ വെഡ്ഡിങ് ഷൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവൻറ്റ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രോപ്പറായിട്ട് ഇന്ന ഡേറ്റിന് എനിക്ക് ഇവൻറ്റ്സ് വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഡേറ്റിൽ ഞാൻ ചെയ്തിട്ടുമില്ല, അത് വേറെ കാര്യം. പ്രീ വെഡ്ഡിങ് ഷൂട്ടിൻ്റെ ഡെക്കോറ് ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് പറയുന്നത്, വൈകിട്ട് 3 മണിക്ക് നമുക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആ വിളിച്ച് പറയുന്ന സമയത്ത് പോലും ഞാൻ സ്ഥലമോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടുമില്ല. എന്നിട്ടും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എൻ്റെ കാര്യത്തിൽ ക്യാമറമാൻ്റെ ആയാലും അല്ലെങ്കിൽ ഇവൻറ്റുകാരായാലും എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്നു, അവർക്ക് ഇങ്ങോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് എൻ്റെ വർക്ക് വേറെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗോൾഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ലാസ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോൾഡ് എടുത്തത് ഞാൻ 2 സ്ഥലത്തു നിന്ന് എടുത്തിട്ടുണ്ട്. 2 അവരുടെ തന്നെ ബ്രാഞ്ചാണെന്ന് തോന്നുന്നു. മെയിനായിട്ട് എടുത്തത് കാലിക്കറ്റ് അറ്റ്ലസ് എന്നാണ് നമ്മൾ ഗോൾഡ് എടുത്തത്. ഹൽദിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചത് കൊണ്ടോട്ടിയെന്നാണ്. അതിലേക്കുള്ള ജ്വല്ലറി എനിക്കും ബ്രൈഡ്സ്മെയ്ഡ്സിനുള്ളത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. മെഹന്ദീൻ്റെ ഔട്ട്ഫിറ്റ് അതേപോലെ നമ്മൾ ഉമ്മാൻ്റെ സാരിയാണ്. അതിലേക്ക് ഷോള് ഞാൻ പരാഗന്ന് മേടിച്ചതാണ്. മെഹന്തി ഇട്ടത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഹെന്ന ബൈറി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ പേജ് കൊടുക്കാം. പിന്നെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ അന്നത്തെ അതേപോലെ റിസപ്ഷൻ്റെ തലേന്നത്തെ ഈ 3 വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. കാരണം ഇത് ഭയങ്കര ലെങ്തി ആയി പോയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള കുഞ്ഞു ആക്സസറീസ് മുഴുവനും ഞാൻ മീഷോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ലൈക്ക് ഗിറ്റാർ ഞാൻ ഓറഞ്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം, അതേപോലെ അതിലുള്ള വൈറ്റ് അംബ്രല, ലൈക്ക് ചൈനീസ് പോലുള്ള അംബ്രല സംഭവങ്ങൾ, പിന്നെ ഒരുവിധം സംഭവങ്ങളൊക്കെ ഞാൻ മീഷോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. പിന്നെ മെയിനായിട്ട് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ എല്ലാ വർക്കും ചെയ്തത് വെഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞ പേജാണ്. അതേപോലെ തന്നെ ഈ ക്യാമറ ഫുൾ പ്രോഗ്രാമിന് ഫോട്ടോസും വീഡിയോസും എടുത്തത് എല്ലാ പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുത്തത് സേവ് ദ ഡേറ്റ് ആയിക്കോട്ടെ, അറ്റ് ദ ബിഗിനിങ് ടു എൻഡ് വരെ എല്ലാം എടുത്തത് ഡി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ്. എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തും അവർ തന്നെയായിരുന്നു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് മെയിനായിട്ട് ഒരു ഇവൻറ്റ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാമറാമാനും അതേപോലെ തന്നെ ഇവൻറ്റിൻ്റെ കാര്യം, അതായത് ഇപ്പം നമ്മൾ അത്രയും ഡ്രീം എൻട്രിയൊക്കെ സമയത്ത് പ്രോപ്പറായിട്ട് അത് പറഞ്ഞ് അതേപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.